പ്രിയ സഹോദരങ്ങളെ, ഞാൻ വലിയ പഠിപ്പുള്ള ഒരു വ്യക്തിയല്ല എങ്കിലും എല്ലാ സമുദായങ്ങളെക്കുറിച്ചും ഓരോന്ന് ചിന്തിച്ചും കണ്ടും കേട്ടും മനസ്സിലാക്കിയും പോകുന്ന ഒരു വ്യക്തിയാണ്. അത് എൻ്റെ ഈ കഴിഞ്ഞ കാലത്ത് ഞാൻ ഇട്ട വീഡിയോകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ശബരിമല അയ്യപ്പനെ കുറിച്ചാണ്. അത് എനിക്ക് പറയാൻ അവകാശമുണ്ട്. ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു വിശ്വാസിയാണ്. അതായത് ഏത് നല്ല കാര്യം ചെയ്യുന്ന വ്യക്തിയെയും ഞാൻ ആദരിക്കും. ശബരിമല അയ്യപ്പൻ ആരായാലും ഒരു വ്യക്തി ശബരിമലയിൽ കൊടുംവനത്തിൽ പോയി തപസ്സിരിക്കണമെങ്കിൽ ആ മനുഷ്യന് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരിക്കും. അവിടെ പോയി കൊടുംവനത്തിൽ കാട്ടുമൃഗങ്ങളുടെ എല്ലാം പ്രശ്നമുണ്ടെങ്കിലും അവിടെ പോയിരുന്നത് സമാധാനമായിട്ട് തനിക്ക് തപസ്സിരിക്കാൻ ധ്യാനിക്കാൻ അവസരം കിട്ടും എന്നതുകൊണ്ടാണ് നമ്മളൊടുവിൽ അവിടെ ചെന്ന് ശബരിമല അയ്യപ്പനെ കാണാൻ കേൾക്കാൻ്റെ മുൻപിൽ വണങ്ങി നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് തിരി വരുന്നുണ്ട്. പഴയ കാലത്ത് നടന്ന് കിലോമീറ്ററുകൾ നടന്ന് ശബരിമലയിൽ കാടിനുള്ളിൽ കൂടെ നടന്ന് ശബരിമലയിൽ പോയ മനുഷ്യർ ഇന്ന് എയർ കണ്ടീഷൻ കാർ അങ്ങ് 18-ാം പടി വരെ എത്തത്തക്കുള്ള വിധമാക്കുക. ഞാൻ ചോദിക്കുന്നത് എന്തിൻ്റെ ആവശ്യം? അവിടെ 5 സ്റ്റാർ ഹോട്ടലുകൾ അവിടെ എന്തോ നടക്കുന്നെന്ന് എല്ലാവർക്കും അറിയാവും. അതൊന്നും ഞാൻ പറയുന്നില്ല, പോട്ടെ. ഇനിയും ഞാൻ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ 2 പെണ്ണുങ്ങളെ പ്രവേശിപ്പിച്ചു. ആരാ? അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, ഹേമാമാർ, വലിയ ഉദ്യോഗസ്ഥർ. അവരെ വേഷം മാറ്റി 18-ാം പടിയിൽ കൂടെ അല്ല, ഉദ്യോഗസ്ഥർ അവിടെ കയറുന്ന വഴി കൂടെ അവിടെ കയറ്റി. അവരും ഈ ഉദ്യോഗസ്ഥർ ഹിന്ദുക്കളാണ്. ഞാൻ പറയാം, ശബരിമലയിൽ ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാർ മുഴുവൻ ഹിന്ദുക്കളായിരിക്കും, പോലീസ് ഓഫീസർ ഹിന്ദുക്കളായിരിക്കും. അല്ലാതെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് അവിടെ സീസൺ ടൈമിൽ ആൾക്കാരെ എടുക്കും. അതിന് പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അതും കിട്ടും. ഇത് പേപ്പറിൽ വന്നു. ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിട്ടുള്ള പകുതി മുക്കാലും ക്രിമിനലുകളായിരുന്നു. എവിടെയും സ്വൈര്യമില്ലാത്ത പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി എല്ലാം ഒപ്പിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ യുവതികളെ പ്രവേശിപ്പിക്കരുത്. ചെറുപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയും പ്രായം കഴിഞ്ഞ്, അതായത് അവരുടെ ആ പീരിയഡ് ടൈം കഴിഞ്ഞിട്ടുള്ളവരെയും അവിടെ പ്രവേശിക്കാവുന്ന നിയമം, ആചാരമുണ്ട്. അത് തെറ്റിക്കാൻ ഹിന്ദുക്കൾ തന്നെ മുന്നോട്ട് വന്നു, തെറ്റിച്ചു. അതിൻ്റെ സത്യവാങ്മൂലം തിരുത്താൻ തിരക്കിട്ട ആലോചന എവിടെ? ആചാര സംരക്ഷണത്തിനായി നിലകൊള്ളുവന്ന് ആവർത്തിച്ച് ദേവസ്വം ബോർഡ് എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഈ എല്ലാം തലപ്പത്തിരിക്കുന്ന കുബേരന്മാരായിട്ട് വാഴുക. അവിടെ നിന്ന് ആവശ്യം വരുമ്പം ഓരോന്ന് വിളിച്ചു പറയുന്നു. ഞാൻ ചോദിച്ചിട്ട്, തൃശ്ശൂർ പൂരം ഇത്രയോ കാലങ്ങളായി നടക്കുന്നു, ഒരു പ്രശ്നമില്ലാതെ നടന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം എന്തുകൊണ്ട് ഇതുണ്ടായി? ഇതാരുടെ ഉത്തരവാദിത്വമാണ്? ഗവൺമെൻറ്റാണോ തൃശ്ശൂർ പൂരം നടത്തേണ്ടത്? അവിടെ അതിൻ്റെ ആൾക്കാരുണ്ട്. പഴയ കാലം പോലെ ഏത് വിധത്തിൽ നടന്ന അതേ വിധത്തിൽ നടത്താൻ അവിടെ ആൾക്കാരുണ്ട്. ഇതൊക്കെ അന്ത്യകാലത്തിൻ്റെ സൂചനയാണ്. നമ്മൾ ആരും നല്ലവരല്ല, നമ്മളെല്ലാവരും സ്വാർത്ഥരാ. നമ്മുടെ സ്വാർത്ഥത നമ്മളെ
എങ്ങും എത്തിക്കത്തില്ല, നമ്മളെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. ഇന്നേത് മതത്തിൽ നോക്കിയാലും തലപ്പത്തിരിക്കുന്നവൻ എല്ലാവരുടെയും വായിൽ കടിഞ്ഞാണിട്ട് പിടിച്ചിരിക്കുക. എന്നിട്ട് അവർ ഈ മതമേധാധ്യക്ഷന്മാരും എല്ലാവരും സ്വാർത്ഥരാണ്. അവർ അന്യോന്യ സ്നേഹവും സന്തോഷവുമാണ്. അവർ വിശ്വാസികളെ മാത്രം മുന്നിൽ നിർത്തി വിശ്വാസികളെ പ്രകോപിപ്പിക്കാനായിട്ട് ഓരോന്നും വിളിച്ചു പറഞ്ഞ് വിശ്വാസികൾ തമ്മിൽ തന്നെ മരിക്കും. അവർ അന്യോന്യ ശത്രുത കീപ്പ് ചെയ്യും. ഇതൊക്കെയാണ് നടക്കുന്നത്, അല്ലാതൊന്നുമില്ല. ഇന്ന് ദൈവത്തെ ആര് ആരാധിക്കുന്നു? ദൈവത്തിൽ ആര് വിശ്വസിക്കുന്നു? ഇന്നെല്ലാം ആചാരങ്ങളിലാണ് വിശ്വസിക്കുന്നത്. അതാണിവിടെയും. ശബരിമലയിലേക്ക് എനിക്ക് തോന്നുന്നു റോപ്പ് എത്രയോ കിലോമീറ്റർ, എനിക്കറിയത്തില്ല അത് ആരാ പോകുന്നത്, എന്താ നീ എന്തിന് പോകുന്നു ശബരിമലയിൽ? നീ നോയമ്പ് നോക്കാമെങ്കിൽ അവിടെ ആ കാനനപ്പാറയിൽ കൂടെ നടന്നു കയറി 18 കയറി അവിടെ ശബരിമല അയ്യപ്പനെ കണ്ട് അനുഗ്രഹം വാങ്ങി നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് തിരിച്ചു പോരണം. പ്രായമായവർ, നടക്കാൻ വയ്യാത്തവർ അവിടെ ആൾക്കാരുടെ പല്ലക്കിലെടുത്തുകൊണ്ട് പോകുന്നു. അവരുടെ ജീവിതമാർഗമാണ്. ഇന്ന് എല്ലാം ലക്ഷറിയായി മാറിയിരിക്കുന്നു. എനിക്ക് പ്ലെയിനിൽ ഹെലികോപ്റ്ററിൽ ചെന്ന് 18 പടിയിലിറങ്ങി ശബരിമല അയ്യപ്പനെ കണ്ടിട്ട് പോരണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ് നിങ്ങളല്ലേ. നോക്ക്, ഒരു കാലത്ത് പുത്തൻകാവിൽ ഇരുന്ന് കണ്ട കാഴ്ചയാണ്. ഒരു കാലത്ത് ഞാൻ പുത്തൻകാവിലായിരുന്നു. രാവിളക്കൂടും അയ്യപ്പ ഭക്തി സീസൺ ടൈമിൽ അയ്യപ്പ ഭക്തന്മാർ, കൊച്ചുകുട്ടികൾ, പ്രായമായവരെല്ലാം ഇരുമ്പൊടിക്കെട്ടും തലയിൽ വെച്ചുകൊണ്ട് നടന്ന് ശരണം പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇന്നതാണോ? ഇന്ന് എയർ കണ്ടീഷനും എല്ലാവരുടെയും കൊല കെട്ടിയ വണ്ടിയും മറ്റേതും കൊണ്ടാണ് പോകുന്നത്. എന്തോ അതിൻ്റെ ഉദ്ദേശം എന്തുവാ? ഈ കൊല കെട്ടിയ വണ്ടി കൊണ്ടും അങ്ങോട്ട് ചെന്ന് നിങ്ങൾ ഓരോ ബാറിലും കയറിച്ചാൽ പോകുന്നത്. ഇല്ലെങ്കിൽ പറ, നിങ്ങൾ എന്തെല്ലാം ശബരിമല അയ്യപ്പനെ സ്വസ്ഥമായിരുത്തില്ല. നിങ്ങൾ ദേവസ്വം ബോർഡ് ഇനി എല്ലാം നേരെയാകെ ദേവസ്വം ബോർഡ് ആചാരങ്ങൾ ഒന്നും ലംഘിക്കാതിരിക്കാൻ നോക്കുമെന്ന് പറയുന്നു. ആചാരങ്ങൾ എന്തുവാണെന്ന് ഈ ദേവസ്വം ബോർഡിലിരിക്കുന്നവർക്കറിയത്തില്ല. ഇപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല. മൊത്തം പോലത്തെ ഒരു പ്രഖ്യാപനം അതും ഇന്നത്തെ പേപ്പറിലുണ്ട്. ഈ മെത്രാപ്പോലിത്ത എന്ന് പറഞ്ഞാലും ഈ ക്രിസ്തീയ സഭകളിലെ പുരോഹിത വർഗത്തിന് ഇപ്പം വേവലാതി പിടിച്ചിരിക്കുക. അതായത് അവരുടെ സ്വൈര്യത നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ കുറേ ആൾക്കാർക്ക് പുരോഹിതന്മാർക്കൊക്കെ തല്ലുകൊണ്ടെന്നോ എന്തോ. നീ വേണ്ടാതെ ചെയ്യാൻ പോയാൽ തല്ല് കിട്ടിയെന്നിരിക്കും. ഇന്ന് കേരളത്തിൽ തന്നെ തന്തയ്ക്കവർക്കാണ് എൻ്റെ പുരോഹിതവർഗം ചെയ്യുന്നത്. ഒരു കുടുംബന് കുമ്പസാരിക്കാൻ ചെന്ന് അവിടെ കുമ്പസാര കേട്ടിട്ട് അവളെ പീഡിപ്പിക്കും. പോരാ, അവരുടെ കൂട്ടുകാർക്ക് കാഴ്ച വെക്കുന്ന കാഴ്ച കാണുന്നത്. പിന്നെ നീയൊക്കെ തല്ലുകൊള്ളാതിരിക്കുമോ? ഇന്ന് നാട് നശിക്കാനുള്ള ഞാൻ പറയുന്നു മക്കളെ, അന്ത്യകാലമാണ് ഇതെല്ലാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾ, ഇന്ത്യയിലുള്ള ജനങ്ങൾ രാഷ്ട്രീയവും മതവും പറഞ്ഞ് അന്യോന്യം സാധാരണക്കാർ മരിക്കും. തലപ്പത്തുള്ളവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കിയോ? സാധാരണക്കാരെ നമ്മൾ അന്യോന്യം സ്നേഹത്തോടെ, ഏത് മതമാണെങ്കിലും ഏത് ഇതാണ് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും
നമ്മളെല്ലാം ജനങ്ങളാണ്. രാഷ്ട്രീയം വേറെ, മതം വേറെ. നമ്മൾ ജീവിക്കുന്നു. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ അന്യോന്യം സ്നേഹമായി ജീവിച്ചെങ്കിലേ ഒക്കുള്ളൂ. ഇന്ന് എൻ്റെ അടുത്ത വീട്ടിലെ ഒരു മുസ്ലിമോ ഹിന്ദു ആണെങ്കിലും ഒരു പ്രയാസം അസുഖം വന്നാൽ അവനെ ഉണ്ടാകത്തുള്ളൂ കൊണ്ടുപോകാൻ. അവൻ വന്നില്ല, നീ അവിടെ കിടന്ന് 108 ആംബുലൻസ് വിളിക്കാൻ ആളില്ല. വരുമ്പോൾ ഡെഡ് ബോഡി മോർച്ചറിലോട്ട് കൊണ്ടുപോകാനുള്ള പരുവത്തിലായിരിക്കും അവർ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും ജീവിക്കണം. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ അന്യോന്യം ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ നോക്കരുത്. നമ്മൾ അന്യോന്യം സ്നേഹത്തോടുകൂടി ജീവിക്കണം. ഇതേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. തലപ്പത്തിരിക്കുന്നവരെല്ലാം ബാളത്തിലിരുന്ന് വിളിച്ചു പറയത്തേ ഉള്ളൂ. സാധാരണക്കാർ അന്യോന്യം വിദ്വേഷം ഉണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി വെട്ടി കുത്തി മരിക്കുന്നു. അത് കണ്ടിട്ട് അവർ സന്തോഷിക്കുക. ഞാൻ ബലി കൊടുത്തു 2 എണ്ണത്തിന്. ഇതാണ് ഇന്ന് നടക്കുന്ന കാര്യം.